നമസ്കാരം. നമുക്കിന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കി പഠിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാട്ടൊക്കെ ഇട്ടാണ് ചെയ്തത്. ഇന്നിപ്പോൾ നമ്മൾ ചുവട് മാത്രം ചവിട്ടാൻ ശ്രമിക്കുകയാണ്. പാട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. പറ്റുമെങ്കിൽ പാട്ട് പഠിപ്പിച്ച് ചെയ്യാം. ഇനി വളരെ കുറച്ച് ഇതേ ഉള്ളൂ, ലൈനേ ഉള്ളൂ പാട്ടിൻ്റെ. അപ്പോൾ എന്നിട്ട് നമുക്ക് ഒരുമിച്ച് എല്ലാം കൂടെ ചെയ്യാം. നമുക്ക് പുതിയ സ്റ്റെപ്പ് പഠിക്കാം. നമുക്ക് കൈ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ എനിക്കിന്ന് കൈ ഇങ്ങനെ കാണിച്ചു തന്നാൽ മതി. ഇങ്ങനെ തന്നെ അങ്ങോട്ട് വരുമ്പോൾ കൈ ഇങ്ങനെ തന്നാൽ മതി. നമ്മുടെ വലത് കാലാണ് ഇതാ, കൈ പിടിച്ചോളൂ. 1 2 കണ്ടോ. ഇനി 3 4 ഓട്ടോമാറ്റിക്കായിട്ട് ഇടത് കൈ വരും. പിന്നെ 5 6 7 8 ഇങ്ങനെ ചെയ്യുന്നതാണ്. അതായത് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇങ്ങനെ തന്നെ ചെയ്യുവാണ്. അതേസമയം പുറകോട്ട് പോകുന്ന ഒരാൾ പുറകോട്ട് പോകും, ഒരാൾ മുമ്പോട്ടില്ല. അങ്ങനെയാണ്. അപ്പൊ പുറകോട്ട് പോകുന്ന ആൾ ചെയ്യേണ്ടത് 1 2 3 4 കണ്ടോ. 5 6 7 8 ആ ആൾ അങ്ങനെ തന്നെ വരുള്ളൂ. മുമ്പോട്ട് വരുന്നതാണ് മുമ്പോട്ട് തന്നെ വരും. നോക്കിയാലോ? നമുക്ക് മനസ്സിലായല്ലോ? സംശയമൊന്നുമില്ലല്ലോ? ശരി, നമുക്ക് ചെയ്യാം. ചെയ്ത് നോക്കാം. ചെയ്തോളൂ. 1 തമ്മിൽ നോക്കിച്ചിരിക്കണം. 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 കണ്ടോ. കറക്റ്റ് ആണ് അല്ലേ? ശരിയാണല്ലോ എല്ലാവരും. ചിരിച്ചില്ല കുറച്ച് പേര്. ചിരിക്കണം. ഒന്ന് തമ്മിൽ നോക്കാം. അപ്പൊ നമ്മൾ ഇങ്ങനെ നമ്മൾ തമ്മിൽ നോക്കാം. നമ്മുടെ അടുത്ത് നിൽക്കുന്നതാണ് മുഖത്ത് നോക്കാം. അപ്പൊ ഇവിടെ നിൽക്കുന്നതാണ് ഇങ്ങനെ നോക്കണം കേട്ടോ. അന്നേരം ഭംഗി ഉണ്ടാവുള്ളൂ. കുറേശ്ശും കൂടെ നമുക്ക് നോക്കാം അല്ലേ? റെഡി? കുറച്ച് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 4 പിടിക്കുന്നത് 7 8 1 2 3 4 5 6 7 8 കണ്ടോ. ഇത് നമ്മുടെ കൈവിടെ തന്നെ നിൽക്കണം. ഒരിക്കലും കൈ ഇങ്ങനെ കോർത്ത് പിടിക്കാൻ പാടില്ല. ഇങ്ങനെ പിടിക്കരുത്, ഇങ്ങനെ തന്നെ പിടിക്കണം. കേട്ടല്ലോ? സംശയമുണ്ടോ? ഇല്ല. ശരി, നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് പഠിക്കാം. നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു തരാം. അത് വളരെ സിമ്പിൾ സ്റ്റെപ്പാണ്. നമ്മുടെ കൈ ഇങ്ങനെ വെച്ചു. 1 2 കണ്ടോ. കൈ വേണ്ട, കാല് മാത്രം പറഞ്ഞു തരാം. 1 2 3 പുറകെ വെച്ചു. 1 2 വലത് കാലം ചവിട്ടി. 1 2 വലത് കാലം ചവിട്ടി. 3 ഇടത് കാലം ചവിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന തരാമോ? ഈ വലത് കാലെടുത്ത് ഇപ്പുറത്തോട്ട് വെച്ചു. 4 കണ്ടോ. അപ്പൊ 1 നേരെയാണ്. 1 2 3 4 താഴ്ന്നു നിൽക്കണം. 1 2 താഴണം. 1 2 3 4 മനസ്സിലായാലോ? 5 6 7 8 അത് 5 6 അടുത്ത 7 8 പിന്നെ 1 2 3 4 5 6 7 8 നമുക്ക് നോക്കാം. അതായത് നമ്മൾ ചവിട്ടാണ്. 1 2 3 പ്രയോഗിച്ചു. ഈ വലുതുകാലം വേണ്ടി ഞാൻ ഒന്നുകൂടെ ചെയ്ത് കാണിക്കണാണ്. 4 കണ്ടോ. അപ്പൊ നമ്മൾ ഈ 4 ഉപയോഗിച്ചു. ഇതാ 5 6 7 8 വീണ്ടും നമ്മൾ വലുതുകാലം ചവിട്ടണം. 1 2 3 4 5 6 7 8 നമ്മൾ തിരിയണം. അപ്പൊ ഞാൻ ആദ്യം ഇത് തിരിഞ്ഞു തന്നില്ല. സ്റ്റെപ്പ് മാത്രം നിങ്ങളെ പഠിപ്പിച്ചോളൂ. അപ്പൊ നമ്മൾ 1 2 3 4 5 6 7 കണ്ടോ 8 നേരെ വെക്കണം. മനസ്സിലായോ? അത്രയേ ഉള്ളൂ സംഭവം. അപ്പൊ നമ്മൾ നന്നായിട്ട് താഴ്ന്നൊക്കെ ചെയ്യണം. ഓക്കെ, ചെയ്ത് നോക്കിയാലോ? വലിയ പാടൊന്നുമില്ല. സ്റ്റെപ്പ് കുറേശ്ശെ ചെയ്യണോ? നോക്കാം. 1 2 3 4 5 നോക്കാണ്. 6 7 8 ഇനി വരുന്നത് 1 2 3 4 5 6 7 8 തിരിയണം. മനസ്സിലായോ? സംശയമില്ലല്ലോ? ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന് കൈ പറഞ്ഞു തരാം. കൈ ഒന്നുമില്ല. കൈ 1 2 3 4 വരുമ്പോൾ നമ്മുടെ കൈ മാറുന്നു. നമ്മുടെ കാല് പുറത്തോട്ട് പോകുന്നു. അപ്പൊ 1 2 3 4 കണ്ടോ. 5 6 7 8 താഴ്ന്ന് ചെയ്യണം. അതുപോലെ 1 2 3 4
5 6 7 8 പിടിയോ ശരി നോക്കാല്ലേ നമുക്ക് റെഡി ചെയ്തു ആദ്യം ഇങ്ങനെയാണ് വലതുകാലം പ്രാവശ്യം ചോക്കുന്നു ഇടതുകാലം പ്രയോഗിക്കുന്നു 2 3 4 5 6 കാരണം 7 8 വീണ്ടും 1 2 3 4 5 6 7 8 ഞാൻ നിങ്ങളെ ഞാൻ നോക്കട്ടെ ഒന്നുകൂടെ ചെയ്ത് നോക്കാം അല്ലെ നമുക്ക് റെഡി ചെയ്തോളൂ 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 നന്നായിട്ട് മനസ്സിലായില്ലേ അല്ലേ ശരി ചേർന്ന് ചെയ്യാം അല്ലേ കേട്ടോ പിടിക്കുക പറയേണ്ടത് വ്യക്തിയായിട്ട് ചെയ്താൽ സാരമില്ല നമ്മൾ ചേർത്ത് ചെയ്യാം നമുക്ക് 2 സ്റ്റെപ്പ് കൂടെ ചേർത്ത് ചെയ്യാം അപ്പൊ നമ്മൾ ഈ സ്റ്റെപ്പ് ഒരു 4 പ്രാവശ്യം ചെയ്യാം പിന്നെ മറ്റേ സ്റ്റെപ്പ് നമ്മൾ കറങ്ങി വരുന്നത് നോക്കാം 2 പ്രാവശ്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാണ് അപ്പോഴാണ് ഇത് എങ്ങനെയാ വരേണ്ടതെന്ന് പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാവുള്ളൂ മനസ്സിലായോ ശരി നമുക്ക് ചെയ്യും റെഡി റെഡിയാണല്ലോ 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 മനസ്സിലായില്ലോ നന്നായിട്ട് സംശയമുണ്ടോ ഇല്ല വെരി ഗുഡ് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു തരാം അത് വളരെ സിമ്പിൾ സ്റ്റെപ്പാണ് നമ്മുടെ കൈ വെച്ചു 1 2 കണ്ടോ കൈ വേണ്ട കാല് മാത്രം പറഞ്ഞു തരാം 1 2 3 കുറേ വെച്ചു 1 2 വലത് കാലം ചവിട്ടി 1 2 വലത് കാലം ചവിട്ടി 3 ഇടത് കാലം ചവിട്ടി ഇനി നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ ഈ വലത് കാലം എടുത്ത് ഇപ്പുറത്തോട്ട് വെച്ചു 4 കണ്ടോ അപ്പോൾ 1 നേരെയാണ് 1 2 3 4 താഴ്ന്നു വെക്കണം 1 2 താഴണം 1 2 3 4 മനസ്സിലായല്ലോ 5 6 7 8 അത് 5 6 അടുത്തോട്ട് ആദ്യം 7 8 പിന്നെ 1 2 3 4 5 6 7 8 നമ്മൾ എങ്ങനെ വരുന്ന അങ്ങനെ തന്നെ വേണം എന്തോ നമുക്ക് അറിഞ്ഞൂടാ തിരിയൊന്നും ഞാൻ പറയാൻ കഴിയുള്ളൂ എന്റെ തപ്പിക്കാൻ പാടാ അല്ല അത് കളയണ്ട അടുത്തോട്ട് എങ്ങനെന്താ അത് മക്കളുടെ 8 തിരിച്ചില്ലെന്നേ ബാക്കിയൊക്കെ അവിടെ ചെയ്ത് എടുത്തോണ്ടിരിക്കണ ആവശ്യമുള്ള നമ്മളിങ്ങനെ വന്നില്ലേ ഇങ്ങനെ വന്നപ്പോ ഒരാള് എന്ത് ചെയ്തു ഇങ്ങനെ നോക്കിപ്പോയി ഇങ്ങനെ നോക്കി ഇടയിൽ കൂടെ പോയി അപ്പൊ ആ ഒരാളുടെ ഇടയിൽ കൂടെ അങ്ങനെ പോകാൻ പറ്റും അപ്പൊ നമ്മൾ അറിയാൻ പറ്റിയതാണ് പക്ഷെ നമ്മളിപ്പോ പഠിക്കാനുള്ളവർ ചിലപ്പോൾ ഇത് അങ്ങനെയായിരിക്കും ചെയ്യേണ്ടത് വിചാരിക്കും അങ്ങനെയല്ല സോറി നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് നമ്മളിപ്പോ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ പോണതിന് പകരം ഒരാൾ മാത്രം നമ്മൾ ഈ സ്റ്റെപ്പ് ഇതാണ് നോക്കി കൊടുത്താൽ 1 2 3 4 നമ്മൾ ചേർക്കാം 1 2 3 4 5 6 7 അതാണ് സ്റ്റെപ്പ് പക്ഷെ എന്ത് ചെയ്തു 1 2 3 4 5 6 7 8 ചെയ്തു പോയി അത് കുഴപ്പമില്ല അറിയാതെ പറ്റിപ്പോയതാണ് അപ്പൊ അത് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് നമ്മൾ എന്തായാലും അത് ഒന്ന് ക്ഷമിച്ചേ പോകും നമ്മൾ കാരണം കുറച്ച് പെട്ടെന്ന് പഠിച്ച് ചെയ്യുന്നതാണ് കുറേ ദിവസങ്ങൾ കൊണ്ട് എടുക്കുന്ന സ്റ്റെപ്സേ അല്ലേ നമ്മൾ സ്റ്റെപ്സ് പഠിക്കുന്നു അത് അപ്പം തന്നെ നമ്മൾ ഇടുന്നു അങ്ങനെ ലൈവായിട്ട് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ പക്ഷെ സ്റ്റെപ്സ് പഠിച്ച് ഉടനെ നമ്മൾ സ്റ്റെപ്സ് ഇടുകയാണ് അപ്പം ചെറിയ മിസ്റ്റേക്സ് ഒക്കെ വരും പക്ഷെ നമ്മൾ പഠിപ്പിച്ചപ്പോൾ ശരിക്കും പഠിച്ചതുമാണ്
കാണാമായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ മാത്രം മതി. നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.